അരുവിക്കരയിൽ LDF സ്ഥാനാർത്ഥി M. വിജയകുമാറിന് നേരിയ മുൻതൂക്കമെന്ന പീപ്പിൾ ടിവിയുടെ നിഗമനം. സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് നടത്തിയ പോസ്റ്റ് പോൾ സർവേ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് നിഗമനം. LDF ജയിക്കുമെന്ന് 37.8% വോട്ടർമാരും UDF ജയിക്കുമെന്ന് 37.6%, BJPയെ 17.1% വോട്ടർമാരും അനുകൂലിക്കുന്നു. സർവേയിൽ 1% പിഴവുകൾക്കും സാധ്യതയുണ്ട്. സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് നടത്തിയ സർവേയുടെ അഭിപ്രായത്തിൽ നേരിയ മേൽക്കൈയുമായി അരുവിക്കരയിൽ LDF ജയിക്കുമെന്നാണ് പീപ്പിൾ ടിവിയുടെ നിഗമനം. പോൾ ചെയ്ത ആകെ വോട്ടുകളിൽ 37.6% വോട്ടുകൾ UDF നേടുമ്പോൾ 37.8% വോട്ട് നേടി LDF ജയിക്കുമെന്നാണ് നിഗമനം. BJP ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നേട്ടമുണ്ടാക്കുമെന്നും സർവേ പറയുന്നു. 17.1% വോട്ടർമാർ BJP ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതേസമയം PC ജോർജ് നേതൃത്വം നൽകുന്ന അഴിമതി വിരുദ്ധ മുന്നണി വലിയ ചലനമുണ്ടാക്കില്ലെന്നും സർവേയിൽ പറയുന്നു. 1.5% ആളുകളാണ് ACDFന് വിജയം പ്രതീക്ഷിക്കുന്നത്. 3.9% വോട്ടർമാർ സർവേയോട് പ്രതികരിച്ചില്ല. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തൊളിക്കോട്, വിതുര, വെള്ളനാട്, പൂവച്ചൽ എന്നീ പഞ്ചായത്തുകളിൽ UDF മേൽക്കൈ നേടുമ്പോൾ ആര്യനാട്, ഉടമലയ്ക്കൽ, അരുവിക്കര, കുറ്റിച്ചൽ എന്നീ പഞ്ചായത്തുകളിൽ LDF മേൽക്കൈ നേടും. ഉടമലയ്ക്കൽ, അരുവിക്കര, പൂവച്ചൽ, ആര്യനാട് എന്നിവിടങ്ങളിൽ BJPക്ക് വോട്ടിൽ നേട്ടമുണ്ടാകുമെന്നാണ് നിഗമനം. 1996 മുതൽ വിവിധ മാധ്യമങ്ങൾക്കായി അഭിപ്രായ സർവേ നടത്തുന്ന സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് ആണ് പീപ്പിൾ ടിവിക്കായി സർവേ നടത്തിയത്. 20, 21, 22 തീയതികളിൽ പ്രീ പോൾ, 27, 28 തീയതികളിൽ പോസ്റ്റ് പോൾ എന്നിങ്ങനെയാണ് CES അഭിപ്രായം ശേഖരിച്ചത്. 8 പഞ്ചായത്തുകളിലായി 24 ബൂത്തുകളിലെ വോട്ടർമാരെയാണ് സർവേക്കായി കണ്ടത്. ഒരു ബൂത്തിൽ 60 വോട്ടർമാർ കണക്കിൽ ആകെ 1440 പേർ സർവേയിൽ ഭാഗവാക്കായി. കണക്കെടുപ്പിൽ പിഴവിനുള്ള സാധ്യത 1% സർവേ പറയുന്നു. നാളെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ സർവേയുടെ ഫലങ്ങൾ വരും. ഇതിൽ പാകപ്പിഴകൾ ഉണ്ടാകും. മാർജിൻ ഓഫ് എറർ 1% ക്ലോസ് ഫിനിഷ് ആണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപക്ഷെ യഥാർത്ഥ ഫലം വരും. ആ ഫലം വന്ന ശേഷം വിശകലനങ്ങളിലേക്ക് നമ്മൾ കിടക്കാം. ഞങ്ങളെല്ലാവരും ആ സമയത്ത് ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അരുവിക്കര 2005 അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അരുവിക്കരയിൽ LDFന് സമ്പൂർണ്ണ വിജയമുണ്ടാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ BJP ശ്രമിച്ചുവെന്നും കോടിയേരി പറഞ്ഞു. LDF അത് അതിജീവിക്കുമെന്നും കോടിയേരി വ്യക്തമാക്കി. UDF ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരം അതിനെ ഡിവൈഡ് ചെയ്യപ്പെടുന്ന സ്ഥിതിയാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. BJPക്ക് അനുകൂലമായിട്ട് ഒരു വിഭാഗം വോട്ടർമാർ ചിന്തിക്കുന്നത്, സർക്കാരിനെതിരായിട്ട് ചിന്തിക്കുന്നവരും BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നത്. കേരളത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം അത് സാധാരണഗതിയിൽ അത് മുഴുവൻ LDFന് അനുകൂലമായിട്ട് മാറേണ്ടതാണ്. ഫലത്തിൽ ഒരു സർക്കാർ വിരുദ്ധ തരംഗം അരുവിക്കരയിലെ ജനങ്ങൾക്കിടയിലുണ്ട്. ആ സർക്കാർ വിരുദ്ധ വികാരം വിവിധ തരത്തിലേക്ക് ഡിവൈഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നം അരുവിക്കരയിലുണ്ട്. അല്ല, അതിൻ്റെ ആനുകൂല്യം UDFന് കിട്ടിപ്പോകുന്ന വിധത്തിലൊരു സാഹചര്യം അവിടെ കാണുന്നില്ല. പക്ഷേ ഈ പറയുന്നൊരു സ്ഥിതിവിശേഷം ഇല്ലായിരുന്നെങ്കിൽ, BJP അങ്ങനൊരു നിലപാട് എടുത്തിരുന്നില്ലെങ്കിൽ അതിശക്തിമത്തായിട്ടുള്ള പരാജയം UDFനെ ഏൽപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെയുണ്ട്. BJP മാത്രമല്ല, വേറെയും കുറേ സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. അവരെല്ലാം ഗവൺമെൻറ്റിനെതിരായിട്ടാണ് പറയുന്നത്. UDF വിരുദ്ധ വികാരം വളരെ ശക്തമാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ആ UDF വിരുദ്ധ വികാരത്തെ വിവിധ തരത്തിൽ ഉപയോഗിക്കാൻ ഇടതുപക്ഷം മാത്രമല്ല ഇത്തവണ ശ്രമിച്ചത്, മറ്റ് കക്ഷികൾ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഒരു പുതിയൊരു പ്രവണതയാണ്. അരുവിക്കര തെരഞ്ഞെടുപ്പ് UDF സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. അരുവിക്കര പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള വിലയിരുത്തൽ ആയിരിക്കും അരുവിക്കരയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് വേറെ യാതൊന്നും പറയുന്നില്ല. അരുവിക്കരയിൽ നാളെ വോട്ടെണ്ണൽ. ഫലം അറിയാനുള്ള ആകാംക്ഷയിലാണ് മുന്നണികൾ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിച്ചു. വോട്ടെണ്ണലിനായി 14 ടേബിളുകളാണ് തൈക്കാട് സംഗീത കോളേജിൽ ഒരുക്കിയിട്ടുള്ളത്. 11 റൗണ്ടായിട്ടാകും വോട്ടുകൾ എണ്ണുക. ഒരു ടേബിളിൽ 3 ഉദ്യോഗസ്ഥരുണ്ടാകും. ഓരോ ടേബിളിനും ഓരോ മൈക്രോ ഒബ്സർവറും ഉണ്ടാകും. 154 വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള വോട്ടുകളാണ് എണ്ണാനുള്ളത്. പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുക. 3 പോസ്റ്റൽ വോട്ടുകളാണ് ഇപ്രാവശ്യമുള്ളത്. രാവിലെ 8:30 മണിയോടെ ആദ്യ ലീഡ് സൂചനകൾ ലഭ്യമാകും.
10:30 മണിയോടെ തെരഞ്ഞെടുപ്പ് ഫലം അറിയാനാകുമെന്നാണ് പ്രതീക്ഷ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംഗീത കോളേജിലേക്ക് ഉദ്യോഗസ്ഥർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ളവർക്കും മാത്രമേ പ്രവേശനമുള്ളൂ. വോട്ടെണ്ണൽ ഹാളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും സ്ഥാനാർത്ഥികൾക്കോ അവർ നിർദ്ദേശിക്കുന്നവർക്കോ മാത്രമായിരിക്കും പ്രവേശനം. വോട്ടെണ്ണൽ വിവരങ്ങൾ അപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലും പരിസര പ്രദേശങ്ങളിലും അരുവിക്കര മണ്ഡലത്തിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്. അരുവിക്കരയിൽ അവിഹിത ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന് VM സുധീരൻ പറഞ്ഞു. നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വം സർവ്വതലത്തിലും സ്വീകാര്യമായിരുന്നു. പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു പ്രത്യേകമായ ആഭിമുഖ്യം താല്പര്യമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിനാഥ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. സ്വാഭാവികമായും സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ചും അതിന് നേതൃത്വം കൊടുക്കുന്ന CPMൻ്റെ അക്രമ രാഷ്ട്രീയം ശരിക്ക് വിലയിരുത്തപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബാർക്കോഴയിൽ തനിക്കുമേൽ സമ്മർദ്ദമുണ്ടായിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ. താൻ അതിന് വഴങ്ങിയില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശരിവെക്കുന്നതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനകൾ. ഇതേ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുയർന്നു. KM മാണിക്കെതിരായ കുറ്റപത്രം സന്ദർഭങ്ങൾക്ക് വഴങ്ങി വിജിലൻസ് അട്ടിമറിച്ചുവെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ആരോപിച്ചു. ബാർക്കോഴ കേസ് അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. കേസിന്റെ പേരിൽ തനിക്ക് കടുത്ത സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വാഭാവികമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടുള്ളത്. സ്വാഭാവികമായി സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ സമ്മർദ്ദങ്ങൾക്ക് ഞാൻ വഴങ്ങിയിട്ടില്ല. ഇതോടെ പ്രതിപക്ഷം ബഹളവുമായി എഴുന്നേറ്റു. ആരാണ് സമ്മർദ്ദം ചെലുത്തിയത് എന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷത്തു നിന്നും കോടിയേരി ബാലകൃഷ്ണനും AK ബാലനും ആവശ്യപ്പെട്ടു. ഈ കേസ് തന്നെ സമ്മർദ്ദം കൊണ്ടുവന്നതാണ്, നിയമാനുസൃതമായുള്ള കേസല്ല എന്ന് പറഞ്ഞാൽ ഈ നടപടി എല്ലാത്തിനും നിയമവിരുദ്ധമാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഏത് കോൺഗ്രസിന്റെ ഏത് നേതാവിൽ നിന്ന്, ഏത് മന്ത്രിയിൽ നിന്നാണ് സമ്മർദ്ദമുണ്ടായത് എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി പറയണം. ഇതിന് വ്യക്തമായ മറുപടി പറയാതെ രമേശ് ചെന്നിത്തല ഒഴിഞ്ഞു മാറി. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ UDFനുള്ളിൽ നിന്നും കോൺഗ്രസിനുള്ളിൽ നിന്നുമാണ് സമ്മർദ്ദം ഉണ്ടായതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യം പക്ഷേ സഭയ്ക്കകത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞില്ല. പ്രതിപക്ഷത്തു നിന്നും S ശർമ്മയായിരുന്നു ബാർക്കോഴ കേസ് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പെയ്ഡ് നിയമോപദേശത്തിലൂടെ കേസ് അട്ടിമറിക്കുകയാണെന്ന് S ശർമ്മ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയാണ് കേസ് അട്ടിമറിക്കുന്നത്. വിജിലൻസ് ഡയറക്ടറുടെ തല വിൻസെന്റ് പോളിന്റേതും തലച്ചോറ് മുഖ്യമന്ത്രിയുടേതുമാണെന്നും ശർമ്മ പറഞ്ഞു. നിയമം മുഖ്യമന്ത്രിയുടെയും KM മാണിയുടെയും K ബാബുവിന്റെയും വഴിക്കാണെന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കേസിൽ ആഭ്യന്തരമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കിയത് ആരെന്ന് വ്യക്തമാക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ബാർ കേസിൽ നിയമോപദേശം പണം കൊടുത്തു വാങ്ങിയതെന്നും കോടിയേരി. മാണിയെ കുറ്റമുക്തനാക്കിയാൽ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയത് എനിക്ക് സമ്മർദ്ദമുണ്ടായി അന്വേഷണത്തിൽ. ആഭ്യന്തരമന്ത്രിയിൽ ആരാണ് സമ്മർദ്ദം ചെലുത്തിയത്? ആഭ്യന്തരമന്ത്രി ആ സമ്മർദ്ദത്തിന് വിധേയമായതിൻ്റെ പേരിൽ ആഭ്യന്തരം നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണോ വിജിലൻസ് ഡയറക്ടർ ഇപ്പോൾ ഈ തീരുമാനമെടുത്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുക. ആഭ്യന്തരമന്ത്രി ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള കമൻറ്റും വിജിലൻസ് ഡയറക്ടർ സ്വീകരിച്ച നിലപാടും തമ്മിൽ കൂട്ടി വായിക്കേണ്ടതാണ്. ഈ കേസ് അട്ടിമറിക്കുകയാണെങ്കിൽ അതിനെതിരായി ശക്തമായുള്ള നിയമ നടപടി കോടതി വഴി സ്വീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിതമാകും. NSS അടക്കമുള്ള സംഘടനകളെ വാലാക്കാൻ RSS ശ്രമിക്കുന്നതായി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. കോവളത്ത് NSS കരയോഗം തെരഞ്ഞെടുപ്പ് BJP അലങ്കോലപ്പെടുത്തി അനുകൂലിക്കാത്തവരെ തകർത്തു കളയാമെന്ന ഹുങ്കാണ് BJPക്കുള്ളത്. കയ്യൂക്കുകൊണ്ട് രാഷ്ട്രീയം കളിക്കാമെന്ന അഹങ്കാരം കേരളത്തിൽ നടപ്പാകില്ലെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. സോളാർ കേസിൽ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം പാർട്ടി നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. സോളാർ കേസിലെ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും സുധീരൻ പറഞ്ഞു. സോളാർ കമ്മീഷന് മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഇത് സംബന്ധിച്ച് പാർട്ടി ഒരു അന്വേഷണത്തിന് പോകേണ്ട പ്രസക്തി ഇപ്പോൾ വരുന്നില്ല. ഇനി ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇടപെടേണ്ട ആവശ്യമുണ്ടെങ്കിൽ
അന്ന് ഇതേ സംബന്ധിച്ചിടത്തോളം പാർട്ടി തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ ഉചിതമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. IT കമ്പനികൾക്ക് ഭൂമി നൽകിയതിലൂടെ സർക്കാരിന് കോടികളുടെ നഷ്ടമെന്ന് CAG റിപ്പോർട്ട്. 22.53 കോടിയുടെ നഷ്ടമാണ് ഇൻഫോസിസ് UST കമ്പനികൾക്ക് ഭൂമി നൽകിയതിലൂടെ സർക്കാരിന് നഷ്ടം സംഭവിച്ചത്. സീപ്ലെയിൻ പദ്ധതിയും സർക്കാരിന് നഷ്ടം വരുത്തിയതായി റിപ്പോർട്ടിലുണ്ട്. വിവരസാങ്കേതികതയുടെ വികസനത്തിനായി കരുതിവെച്ച 1384.12 ഏക്കർ ഭൂമിയിൽ 504.4 ഏക്കർ മാത്രമേ വിനിയോഗിച്ചിട്ടുള്ളൂ. IT കമ്പനികളായ ഇൻഫോസിസിനും UST ഗ്ലോബലിനും വ്യവസ്ഥ പാലിക്കാതെ കുറഞ്ഞ നിരക്കിൽ ഭൂമി അനുവദിച്ചതുമൂലം 22.53 കോടിയാണ് സർക്കാരിന് നഷ്ടമുണ്ടായത്. ഇൻഫോസിസിന് 50 ഏക്കറും UST ഗ്ലോബലിന് 36 ഏക്കറുമാണ് അനുവദിച്ചത്. NOC നൽകുന്നതിൽ ജാഗ്രത പുലർത്താത്തതുമൂലം ടെക്നോ പാർക്കിന്റെ വസ്തുവിന്റെ ഈടിന്മേൽ കടമെടുക്കാനുള്ള അവസരമൊരുക്കിയതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. പാട്ടവാടക നിശ്ചയിക്കുന്നതിനോ പിരിച്ചെടുക്കുന്നതിനോ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ല. സഹകരണ മേഖലയിൽ അഗ്രീൻകോ സൊസൈറ്റിക്ക് കയറ്റുമതിക്ക് വേണ്ടിയുള്ള പൈനാപ്പിൾ സംസ്കരണശാല തുടങ്ങാനാകാത്തതുമൂലം 29.3 കോടി സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായി. പൊതുമരാമത്ത് വകുപ്പിൽ മണ്ണുകൊണ്ടുള്ള അണ നിർമ്മിക്കുന്നതിന് അനുവദനീയമായ നിരക്ക് കണക്കാക്കുന്നതിലെ പിഴവ് മൂലം 1.27 കോടി രൂപ അധിക സാമ്പത്തിക ബാധ്യത സർക്കാരിനുണ്ടാക്കി. വിനോദസഞ്ചാര വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാത്തതുമൂലം കേന്ദ്ര സഹായധനത്തിൽ നിന്ന് 5.24 കോടി രൂപ തിരിച്ചടയ്ക്കാനിടയാക്കി. 7 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പൂർത്തിയാക്കാത്തതുമൂലം സംസ്ഥാന പൊതുഖജനാവിന് നാളിതുവരെ 7.73 കോടിയുടെ ബാധ്യതയാണുണ്ടായത്. നടപ്പാക്കാത്ത സീപ്ലെയിൻ പദ്ധതിക്കായി സർക്കാർ ചെലവിട്ടത് 23.29 കോടി രൂപയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക അകറ്റാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും CAG റിപ്പോർട്ടിൽ കണ്ടെത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉത്പാദന മേഖലയിൽ 7.54% മാത്രമേ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളെന്നും CAG റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2015-16 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ നിയമസഭ പാസാക്കി. പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ മറുപടിയും വോട്ടെടുപ്പും ബഹിഷ്കരിച്ചു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിലും ലഡു വിതരണം ചെയ്തതും ബജറ്റായി അംഗീകരിക്കില്ലെന്നും എന്നാൽ ജനാധിപത്യത്തിലെ വിശ്വാസം കൊണ്ട് മാത്രം ചർച്ചയിൽ പങ്കെടുക്കുകയാണെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. 2015-16 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥന ചർച്ച ആരോപണ പ്രത്യാരോപണങ്ങളാൽ ശ്രദ്ധേയമായി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതും ലഡു വിതരണം ചെയ്തതും ബജറ്റായി അംഗീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ചർച്ച ആരംഭിക്കുമ്പോൾ വ്യക്തമാക്കി. കള്ളക്കൂട്ടങ്ങളുടെ സംഘത്തെ എങ്ങനെ സർക്കാർ എന്ന് വിളിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ചോദിച്ചു. വികസനവും കരുതലും പറയുന്നവർ സ്വന്തം പള്ളയും കീശയും വീർപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും VS പറഞ്ഞു. കള്ളക്കൂട്ടങ്ങൾക്ക് ധനാഭ്യർത്ഥന നടത്തുവാൻ എന്താണ് സാർ അവകാശം? വികസനവും കരുതലുമെന്ന് ആണയിട്ടുകൊണ്ട് എന്താണ് ഇവർ ചെയ്യുന്നത്? സ്വന്തം പള്ളയും കീശയും വീർപ്പിക്കുന്ന നിങ്ങളുടെ പാർശ്വവൃത്തികൾക്കുമാണ് വികസനം. ഈ അഴിമതികളെല്ലാം പേറി എന്തിന് മുസ്ലിം ലീഗ് നടക്കണമെന്നും നിങ്ങൾ കോൺഗ്രസിന്റെ ചെലവിലല്ല നിങ്ങളുടെ ചെലവിലാണ് കോൺഗ്രസ് എന്നും EP ജയരാജൻ ചർച്ചയ്ക്കിടെ പറഞ്ഞു. എന്നാൽ വസ്തുതയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്ന് ഭരണപക്ഷം പറഞ്ഞു. ആരോപണം പറഞ്ഞാൽ അഴിമതിയാവോ? ആരോപണം പറഞ്ഞാൽ അഴിമതിയാവില്ല. അഴിമതിയാക്കണമെങ്കിൽ അതിന് അടിസ്ഥാനമുണ്ടാകണം. ഗവൺമെന്റ് ഒരു തടസ്സവുമില്ലാതെ മുമ്പോട്ട് പോകുന്നത് കാണുമ്പോഴുള്ള രാഷ്ട്രീയ നിരാശയാണ് ഈ കാട്ടുന്നതെല്ലാം. സർക്കാരിന്റെ നേട്ടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന പ്രതിപക്ഷം ചില നിരാശരായ ബാറുടമകളുടെയും ചില ഒളിക്യാമറ വെളിപ്പെടുത്തലുകളുടെയും പിന്നാലെയാണ് പോകുന്നതെന്നും ഭരണപക്ഷ നേതാക്കൾ പറഞ്ഞു. ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടിക്കായി മുഖ്യമന്ത്രി എണീറ്റപ്പോൾ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. എന്നാൽ പ്രതിപക്ഷം മറുപടി കൂടി കേട്ടിട്ട് പോകുന്നതാണ് മര്യാദയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. VSന്റെ പ്രസംഗത്തിന് മറുപടി പറയുന്നില്ലെന്നും അത് തള്ളിക്കളയുന്നതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തുടർന്ന് പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ നിയമസഭ ബജറ്റിലെ ധനാഭ്യർത്ഥന വോട്ട് ചെയ്ത് പാസാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോപ്പിയടിച്ച സംഭവത്തിൽ IG ജോസ് കുടുങ്ങിയേക്കും. IG കുറ്റക്കാരൻ തന്നെയെന്ന് സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് ജൂലൈ 4-ന് സമർപ്പിക്കും. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് IGക്കൊപ്പം പരീക്ഷ എഴുതിയ 6 ജുഡീഷ്യൽ ഓഫീസർമാരുടെ മൊഴിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാർ, പരീക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ, പരീക്ഷ എഴുതിയവർ എന്നിവരടക്കം 20ഓളം പേരുടെ മൊഴിയെടുത്തെങ്കിലും പരീക്ഷ എഴുതിയ 6 ജുഡീഷ്യൽ ഓഫീസർമാരുടെ മൊഴിയെടുക്കാൻ ഉപസമിതിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ അനുമതി കിട്ടാത്തതിനാലാണ് അന്വേഷണം പൂർത്തിയാക്കാനും ഇവരുടെ മൊഴിയെടുക്കാനും സാധിക്കാത്തത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സമിതിയിൽ 4 ജഡ്ജിമാർ അംഗങ്ങളാണ്. കമ്മിറ്റി ഈ മാസം യോഗം ചേരുമെന്ന പ്രതീക്ഷയിലാണ് സിൻഡിക്കേറ്റ് ഉപസമിതി. നിലവിൽ ജുഡീഷ്യൽ ഓഫീസർമാരുടെ മൊഴിയെടുക്കാൻ ജൂലൈ 4 വരെ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനിടെ IG TJ ജോസ് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു.
വകുപ്പ് തലത്തിൽ IGയെ ഈ വിഷയം ബാധിക്കുമെന്നതിനാൽ അന്വേഷണം ഉടൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ജൂലൈ 4-നകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാവുമെന്നും സമിതി ചെയർമാൻ പ്രൊഫസർ CA അബ്ദുൽ ലത്തീഫ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. 20ഓളം പേരുടെ മൊഴികളാണ് നമ്മൾ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 13 പേര് കൂടെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ്. നിലവിലുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 4-ന് നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. സർവകലാശാല ചട്ടമനുസരിച്ച് ഇൻവിജിലേറ്റർ മൊഴി നിർണായകമാണ്. ഇതനുസരിച്ചായിരിക്കും സിൻഡിക്കേറ്റ് ഉപസമിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക. എന്നാൽ താൻ കോപ്പിയടിച്ചിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് IG. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 2015 അബുദാബി ശക്തി അവാർഡുകൾ പ്രഖ്യാപിച്ചു. നോവൽ വിഭാഗത്തിൽ സതീഷ് ബാബു ഫൈനൂരിന്റെ ഉത്ഖനനങ്ങൾ പുരസ്കാരാർഹമായി. കവിതാ വിഭാഗത്തിൽ S രമേശൻ നായർ, ശരത് ചന്ദ്രലാൽ, നാടകത്തിന് രാജ്മോഹൻ നീലേശ്വരം, ചെറുകഥയ്ക്ക് അശോകൻ ചെരുവിൽ, EP ശ്രീകുമാർ എന്നിവരും പുരസ്കാരങ്ങൾ നേടി. ഷിബു മുഹമ്മദ്, M സജീന്ദ്രൻ, MM ബഷീർ, EM രാധ, പ്രൊഫസർ B അരവിന്ദാക്ഷൻ എന്നിവരും വിവിധ പുരസ്കാരങ്ങൾക്ക് അർഹരായി. P കരുണാകരൻ MP, കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗം AK മൂസ മാസ്റ്റർ, ദേശാഭിമാനി ചീഫ് എഡിറ്റർ വിവേക് ദക്ഷിണാമൂർത്തി, കവി പ്രഭാവർമ്മ എന്നിവരുൾപ്പെട്ട കമ്മിറ്റിയാണ് പുരസ്കാരങ്ങൾ നിർണയിച്ചത്. കേരളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് പോകുന്ന തൊഴിലാളികളുടെ വൈദ്യപരിശോധന നടത്താനുള്ള ചുമതലയിൽ നിന്ന് ഗതാഗതത്തിനെ ഒഴിവാക്കി ഗാംകയ്ക്ക് നൽകി. കേരളത്തിൽ ഗാംകയ്ക്ക് നിരവധി ശാഖകളുണ്ട്. മലയാളികൾക്ക് വൈദ്യപരിശോധന നടത്താൻ മുംബൈയിൽ പോകേണ്ടതില്ല. 3800 രൂപയാണ് ഗാംക പരിശോധനയ്ക്ക് ഈടാക്കുന്നത്. 24,000 രൂപയായിരുന്നു ഗതാമത്ത് പരിശോധനയ്ക്കായി ഈടാക്കിയിരുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് 16,000 രൂപയായി ഫീസ് കുറച്ചിരുന്നുവെങ്കിലും അധികൃതർ ഗാംകയ്ക്ക് അധികാരം കൈമാറുകയായിരുന്നു.